ഹലോ. അപ്പം ഇന്ന് ഞാൻ നാട്ടിൽ പോവാണ് ട്ടോ. പ്രഗ്നൻ്റ് ആയതുകൊണ്ട് 5 മാസമായപ്പോൾ നാട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അരുണേട്ടനില്ലാതെയാണ് ട്ടോ ഇപ്രാവശ്യം നാട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഇത് ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയ ഫുഡാണ്. ഇവിടെ എത്യോപ്യൻ എയർലൈൻസിൽ നമുക്ക് കിട്ടുന്നത് സാധാരണ റൈസ് കുക്ക് ചെയ്തതും ചിക്കനും. ഇവിടെ എപ്പോഴും കിട്ടുന്ന വേറൊരു സാധനമാണ്, എന്താ പറയുക, പരിപ്പോ അല്ലെങ്കിൽ പയറോ അതുകൊണ്ടുള്ളൊരു ഏതെങ്കിലും ഒരു പയർവർഗ്ഗമോ അല്ലെങ്കിൽ സോയയോ ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളൊരു സാലഡും ഉണ്ടാകും. പിന്നെ കോഫി, ബിസ്ക്കറ്റ്, നമുക്ക് എന്ത് വേണോ അതെല്ലാം കിട്ടും കേട്ടോ. അത് ഒട്ടുമിക്ക എത്യോപ്യൻ എയർലൈൻസിലെയും ഫുഡ് സെയിം ആയിരിക്കും. എത്യോപ്യൻ എയർലൈൻസ് എന്ന് പറയാൻ കാരണം നമുക്ക് മലാവിയിൽ നിന്ന് നേരെ പോകേണ്ടത് എത്യോപ്യ എന്ന് പറയുന്ന രാജ്യത്തിലേക്കാണ്. അതും ഒരു ആഫ്രിക്കൻ രാജ്യമാണ്. അപ്പോൾ എത്യോപ്യയിൽ നിന്ന് വീണ്ടും നമ്മൾ എത്യോപ്യൻ എയർലൈൻസ് തന്നെ ഉപയോഗിച്ചിട്ട് മുംബൈയിലേക്ക് പോകും. ഈ 2 ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് എടുത്തിട്ട് കാലിക്കറ്റിലേക്ക് എത്തുന്നത്, നമ്മുടെ കരിപ്പൂരിലേക്ക്. അപ്പോൾ 3 കണക്ഷൻ ഫ്ലൈറ്റ് കയറിയിട്ട് വേണം കേട്ടോ നമുക്ക് നാട്ടിലെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ എത്യോപ്യയിൽ കുറച്ചധികം വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. നമ്മുടെ ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ആയിരുന്നു കേട്ടോ. ഇത് എത്യോപ്യയിൽ നിന്ന് നമ്മൾ മുംബൈയിലേക്ക് പോകുന്ന ഫ്ലൈറ്റാണ്. മലാവിയിൽ നിന്ന് എത്യോപ്യയിലേക്ക് പോകുമ്പോൾ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് തന്നെ ചെറിയ ഫ്ലൈറ്റ് ആയിരിക്കും. പക്ഷേ എത്യോപ്യയിൽ നിന്ന് മുംബൈയിലേക്ക് പോകുമ്പോൾ വലിയ ഫ്ലൈറ്റാണ് കേട്ടോ. അപ്പോൾ ഫ്ലൈറ്റിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ഉള്ള കാഴ്ചകളൊക്കെയാണിത്. അതിമനോഹരമായിട്ടുള്ള ആകാശവും അതിൻ്റെ ഇടയിൽ കൂടെയുള്ള മേഘങ്ങളും അതിൻ്റെ ഇടയിൽ കൂടെ പോകുന്ന നമ്മുടെ ഫ്ലൈറ്റും ഒക്കെ അടിപൊളിയായിരുന്നു. അപ്പം മുംബൈയിലെത്തിയിട്ട് നമുക്ക് വൈകുന്നേരമാണ് ഫ്ലൈറ്റ് ഉള്ളത് നാട്ടിലേക്ക്. അപ്പോൾ ഏകദേശം ഈവനിങ് ആവും കേട്ടോ ഞാൻ നാട്ടിലെത്താൻ.